ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. ഈ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫുൾ ടൈം എൻ്റെ അമ്മേനെ ഓർത്തുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. കാരണം പണ്ട് സ്കൂൾ വിട്ട് വരുമ്പം ഞാനും ചേച്ചിയും ഒരേ സ്കൂളിലാട്ടോ പഠിച്ചുകൊണ്ടായേ. സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോഴും അമ്മ അധികം ഈവനിങ് ഉണ്ടാക്കുന്നൊരു പലഹാരമായിരുന്നത്. അപ്പോൾ അമ്മേനെ ഓർത്തുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ കൊഴുക്കട്ട, അതായത് നമ്മുടെ പത്തിരിപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പത്തിരിപ്പൊടി നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇച്ചിരി നെയ്യ് കൂടി ആഡ് ചെയ്തിട്ട് കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതൊരു ചെറിയ ടിപ്പാണ്. ഓക്കെ, ഞാൻ എന്താ കൊഴുക്കട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറേ നാളായി ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം തിന്നാൻ വേണ്ടിയിട്ട്. ഏട്ടനും ഇഷ്ടമായി. എപ്പോഴും ഈ ദോശയും പുട്ടും ഇഡ്ഡലിയൊക്കെ അല്ല തിന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആവിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കൊഴുക്കട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടൊന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതാണ്. പിന്നെ കുഞ്ഞിപ്പെണ്ണ് ഫുൾ